സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും സന്ദേശം നൽകുന്നതാണ്. പക്ഷെ ഏത് മതത്തിലും അതിൽ മതഭ്രാന്തന്മാരുണ്ടാകാം. ആ മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കുവാൻ ഏത് രാജ്യത്തായാലും അതിൻ്റെ ഭരണകർത്താക്കളാണ് ഉത്തരവാദപ്പെട്ടവർ. അത് ഏത് സമൂഹത്തിലുമാകട്ടെ, ഏത് മതത്തിലുമാകട്ടെ. മതത്തിൻ്റെ ആചാരവും മതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ സ്വതന്ത്രരാണ് ഭരണഘടനയുടെ മുമ്പിൽ. ഒരുപോലെ അത് ഭൂരിപക്ഷ മതമെന്നോ ന്യൂനപക്ഷ മതമെന്നോ ഇല്ല. എല്ലാ മതത്തിനും ഒരുപോലെയുള്ള അവകാശമാണ് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അത് പ്രചരിപ്പിക്കുവാനും ഉള്ളതായ അവകാശം. ഈ പ്രചാരണത്തിനുള്ളതായ അവകാശം ആർക്കും നിഷേധിക്കുവാനായിട്ട് സാധ്യമല്ല. ആരാധനാലയങ്ങൾ നിർമ്മിക്കുവാനോ ആരാധിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം എല്ലാ മതങ്ങൾക്കും ഒരുപോലെ തന്നെ ദൈവം നൽകുന്നതാണ്, അല്ലെങ്കിൽ ഈ ഭരണഘടന നൽകുന്നതാണ്. അതിന് വിപരീതമായി പ്രവർത്തിക്കാൻ ഏതാനും ചില തീവ്രവാദികൾക്കോ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കോ അവകാശമില്ല. അത് നിയന്ത്രിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നതായ ഭരണാധിപന്മാരാണ്. അവരതിനെതിരെ ശബ്ദമുയർത്താതെ അതിനെ അപലപിക്കാതെ ഇരിക്കുന്നതായ സമയത്ത് ഇത് അവരുടെ പദ്ധതിയുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.